തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണത്തിൽ ദേവസ്വം കമ്മീഷണർക്ക് നിർണായക ചുമതലകളാണുള്ളത്. ബോർഡ് തീരുമാനമെടുത്താലും ഭരണപരമായ എല്ലാ ഉത്തരവുകളും പുറപ്പെടുവിക്കേണ്ടത് കമ്മീഷണറാണ്. എന്നാൽ 1.5 മാസത്തോളമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കമ്മീഷണറില്ല. ആലപ്പുഴ ജില്ലാ കളക്ടർ പി വേണുഗോപാലിനെ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായി നിയമിക്കാൻ ഫെബ്രുവരി 6-ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ഹൈക്കോടതി തീരുമാനം വന്നതോടെ അതുവരെ കമ്മീഷണറായി പ്രവർത്തിച്ചിരുന്ന എൻ വാസു സ്ഥാനമൊഴിഞ്ഞു. അതോടെ ദേവസ്വം ഭരണം സ്തംഭനാവസ്ഥയിലായി. IAS ഉദ്യോഗസ്ഥനായ വേണുഗോപാലിന് തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായി ചുമതലയേൽക്കണമെങ്കിൽ അതു സംബന്ധിച്ച് സർക്കാർ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതു സംബന്ധിച്ച ഫയൽ സെക്രട്ടേറിയറ്റിൽ മുക്കിവെച്ചിരിക്കുകയാണെന്ന് പറയപ്പെടുന്നു. വേണുഗോപാലിന്റെ പകരക്കാരനായി ആലപ്പുഴയിൽ കളക്ടറെ കണ്ടെത്താനാവാത്തതാണ് തീരുമാനം വൈകാൻ കാരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. കൊച്ചി മലബാർ ദേവസ്വം ബോർഡുകളിൽ മാസങ്ങളായി ഭരണസ്തംഭനം നിലനിൽക്കുകയാണ്. ഈ ബോർഡുകളുടെ കാലാവധി പൂർത്തിയായി 6 മാസം കഴിഞ്ഞിട്ടും നിയമനം നടത്താൻ സർക്കാരിനായിട്ടില്ല. രാഷ്ട്രീയ തീരുമാനം ആവശ്യമായതിനാലാണ് തീരുമാനം വൈകുന്നത് എന്നായിരുന്നു ആദ്യ വിശദീകരണം. പിന്നീട് ഇതിന്റെ ചുമതല ദേവസ്വം മന്ത്രിക്ക് കൈമാറിയെങ്കിലും തീരുമാനമുണ്ടായില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ MLA-മാർ നിശ്ചയിക്കേണ്ട 3ാമത്തെ അംഗത്തിന്റെ കാര്യത്തിലും ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ആദ്യമായാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറായി നിയമിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ബോർഡ് നേതൃത്വത്തിന് ചില ആശങ്കകളുമുണ്ട്. കമ്മീഷണറുടെ നിയമന ഉത്തരവ് പുറപ്പെടുവിക്കാതെ സർക്കാർ നടത്തുന്ന കളികൾ കോടതി അലക്ഷ്യമാവുമെന്ന് ഉറപ്പാണ്. VS ശ്യാംലാൽ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.